Intercession for India. Intercession for India. എൻ്റെ പേര് യേശുദാസൻ, തിരുവനന്തപുരത്ത് മരീനാട് സ്വദേശം. വീട്ടിലെ അമ്മ, ചേട്ടനും കുടുംബമുണ്ട്. ഞാൻ ശുശ്രൂഷ മേഖലയിൽ, ആത്മീയ മേഖലയിൽ വന്നിട്ട് 17 വർഷം തികയാണ്. 17 വർഷത്തിനുള്ളിൽ ഒരു 11 വർഷമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരാരും നോക്കാനില്ലാത്ത അനാഥരായിട്ടുള്ള രോഗികൾക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും മറ്റ് സാമ്പത്തിക സഹായം, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരായിട്ടുള്ള രോഗികളെയും സാമ്പത്തികമായിട്ടും മറ്റു വിധത്തിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനെ എങ്ങനെ പ്രഘോഷിക്കാൻ പറ്റുമോ അത്തരത്തിലേക്ക് ഒരു പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ തയ്യൽ ജോലി ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ആ പൈസ കൊണ്ടുപോയിട്ടാണ് അനാഥരായിട്ടുള്ള രോഗികൾക്ക് ഭക്ഷണവും വസ്ത്രവുമായിട്ടൊക്കെ കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ആരോടും പ്രത്യേകിച്ച് പിരിവോ പരസ്യമോ ഒന്നും ചെയ്യാറില്ല. എന്തും ദൈവത്തോട് ചോദിക്കും, ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയും. അതിപ്പോൾ എൻ്റെ ആവശ്യമായിരുന്നാലും ശരി, മറ്റുള്ളവരുടെ ആവശ്യമാണെങ്കിലും ശരി, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട സഹായമാണെങ്കിലും ശരി, എല്ലാം ദൈവത്തോട് തന്നെ പറയും. അത്തരത്തിലുള്ള ഒരു ഇതിലൂടെ ഇന്നും ആരോടും തന്നെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഒരു ചോദിക്കാതെ തന്നെ 11 വർഷമായി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷകൾ ചെയ്തു പോകുന്നു. അപ്പൊ ഇതിന് പ്രചോദനമായത് 17 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടുമ്പോഴേക്കും 3-ാം ദിവസത്തെ ആരാധനയ്ക്ക് സംബന്ധിക്കുമ്പോൾ ദൈവം എപ്രകാരമാണ് എന്നെ സ്നേഹിക്കുന്നെന്ന ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നീ എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷെ എന്നെ നീ സ്നേഹിക്കുന്നില്ലെന്ന് പരാതി പറയുമ്പോൾ ദൈവം ഉടനടി തന്നെ ഉത്തരം തരികയായിരുന്നു. പിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതോടൊപ്പം പിന്നെ ഞാൻ കാണുന്നത് പഴയകാല ജീവിതത്തിലെ ഓരോ ദൈവത്തിന്റെ പരിപാലനയാണ്. ദൈവം വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പരിപാലിച്ച അനുഭവമാണ്. കാരണം പത്നിയുടെയും ഒരു ദാരിദ്ര്യ മേഖലയിൽ നിന്നും പ്രത്യേകമാവിധം ദൈവം നടത്തിയ വഴികളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു വിഷം പോലെ ഞാനത് കാണുകയും ഉടനെ തന്നെ ഞാനത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ആ ഒരു ഇതോടുകൂടി എൻ്റെ മനസ്സിലേക്ക് അടുത്ത് ചിന്ത വരുന്നുണ്ട്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും നീ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് പാവപ്പെട്ടവരെ യേശുവിന്റെ മുഖം കൊണ്ട് പാവപ്പെട്ടവരിലൂടെ അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. എത്ര തന്നെ സ്നേഹിച്ചാലും അവിടുത്തെ സ്നേഹത്തിന് പകരമാവില്ല. പക്ഷെ അവിടെ നിന്ന് തന്നെ കഴിവും ആരോഗ്യവും ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഇതിനു വേണ്ടി ചെയ്തുമിടുന്നത് ഒരു കമ്മിറ്റ്മെന്റ് അന്നെടുത്തതാണ്. അത് ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പല വിധത്തിൽ ദൈവം പരിപാലിക്കുന്ന ഒരു ദൈവം. കാരണം എനിക്കറിയാം, ദൈവത്തെ അറിയാതിരുന്നിട്ടും ദൈവം പരിപാലിച്ചെങ്കിൽ ദൈവത്തോട് കൂടിയായിരിക്കുമ്പോൾ ആ പരിപാലനയുടെ ഇരട്ടി എത്ര വലുതായിരിക്കും. അതിന്നും ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും, അത് ശരിക്കും ശരി തന്നെയാണ്. കാരണം അതിൻ്റെ അനുദിന ജീവിതത്തിൽ ഞാനിതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കരിസ്മാറ്റിക് ജീസസ് യൂത്ത് മൂവ്മെന്റിലും അതുപോലെ കരിസ്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലും പല വേദികളിലും പല ശുശ്രൂഷയ്ക്കായിട്ടും വചന പ്രഘോഷണമായിട്ടും വല്ലപ്പോഴുമൊക്കെ എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ, അറിയില്ലാത്ത രോഗികളെ നോക്കുന്ന ഒരു ശുശ്രൂഷ ഉള്ളത് കൊണ്ട് ചില ദിവസങ്ങളിലേക്ക് ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വചന ഷെയറിങ്ങിനൊക്കെ പോകാറുണ്ട്. ഒപ്പം പാവപ്പെട്ടവരായിട്ടുള്ളവരെ കാണുകയും അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കുകയും അവരുടെ വിഷമത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ എങ്ങനെ പങ്കുവെച്ചു കൊടുക്കാൻ പറ്റും. എല്ലാത്തിനും മതിയായവൻ യേശു മാത്രമാണല്ലോ. അപ്പോൾ അത്തരത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏത് രീതിയിലാണോ യേശുവിന് വേണ്ടി ഒരു സാക്ഷിയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്, അത്തരത്തിലൊരു സാക്ഷി ജീവിതത്തിന് ഇന്നും എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ അറിയില്ലാത്ത അനാഥരായിട്ടുള്ള രോഗികൾക്കാണ് മുൻഗണന ഞാൻ കൊടുക്കാറ്.
അപ്പം വാർഡുകളിലൂടെ ജനറൽ ആയിട്ടുള്ള വാർഡുകളിലാണ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ആരുമില്ലാത്തവരായിട്ട് കിടക്കുന്നത്. അതെല്ലാം കേരളത്തിന്റെ എല്ലാ മെഡിക്കൽ കോളേജിലും ഇങ്ങനെയുള്ളവർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡുകളിൽ എല്ലാ വാർഡുകളിലും കയറി ഇറങ്ങി ആരുമില്ലാത്തവരെ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ട് വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരോട് നേഴ്സിനും ഡോക്ടേഴ്സിനോടും സംസാരിക്കുകയും വേണ്ടത്ര മരുന്നോ ഭക്ഷണമോ കിട്ടുന്നുണ്ടോയെന്ന് അന്വേഷിക്കുകയും വസ്ത്രമൊക്കെ കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും അവർക്ക് ഇങ്ങനെ ഒരു അനാഥമാക്കപ്പെട്ട ഒരവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ആരും തന്നെ ജനിക്കുമ്പോൾ തന്നെ അനാഥരായിട്ട് ജനിക്കുന്നില്ലല്ലോ. അപ്പോൾ അനാഥരായിട്ടുള്ള സാഹചര്യം വന്നെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ചോദിക്കുകയും പറ്റുന്നത്തോളം ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവസ്നേഹത്തിലൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം, അങ്ങനെ ക്ഷമിക്കേണ്ട മേഖല ഉണ്ടെങ്കിൽ ക്ഷമിക്കുവാനും തിരുത്തപ്പെടേണ്ട മേഖലയൊക്കെ തിരുത്തുവാനും ഒത്തിരിയേറെ ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സഹായിക്കാനായിട്ട് ദൈവം നമ്മോട് കൂടെയുണ്ട്, യേശുവുണ്ട്. പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇത്രമാത്രം ഇതുപോലെ മറ്റുള്ളവർക്കും നിങ്ങൾ ഈ സഹായം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ നിങ്ങളും തുടർന്നുള്ള ജീവിതത്തിൽ മറ്റുള്ളവരെ ദൈവത്തെ പ്രതി യേശുവിന്റെ നാമത്തെ പ്രതി ശുശ്രൂഷ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ നട്ടലിന് ക്ഷതമേറ്റ് കിടക്കുന്ന ഒരു രോഗിയുടെ അടുത്ത് യാദൃശ്ചികമായിട്ട് പോകാനിടയായി. അപ്പോൾ ഒരു അമ്മുമ്മ കൂടെയുണ്ട്. ഈ മനുഷ്യനാണെങ്കിൽ നല്ല ബോധമില്ല. ഒത്തിരിയേറെ ട്യൂബുകൾ എന്ന് പറയുമ്പോൾ ഓക്സിജൻ, അതുപോലെ യൂറിൻ, കത്തീഡ്രൽ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ട്യൂബ് കിടക്കുന്ന കാര്യത്തിൽ അനങ്ങാതെ കിടക്കുകയാണ്. നല്ല ബോധമില്ല. അപ്പോൾ ആ രോഗി കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ട് അമ്മച്ചിയോട് ചോദിച്ചു, പേരെന്താണ്, സ്ഥലം എന്താണ്? അപ്പോൾ സ്ഥലവും ഒക്കെ പരിചയപ്പെടുത്തി. അതിനുശേഷം മരുന്ന് എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞാണ്, മരുന്ന് പുറത്തുനിന്ന് വാങ്ങാനുണ്ട്, പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വാങ്ങിത്തരാം. അപ്പോൾ മരുന്ന് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറയണം, അത് മോളുടെ കയ്യിലാണ് ഡോക്ടറിന്റെ ചീട്ടിരിക്കുന്നത്, കുറിപ്പിരിക്കുന്നത്. അപ്പോൾ മോള് വരുമ്പോൾ തരാം. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മകൾ വന്നപ്പോൾ ഞാൻ സ്ത്രീയോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് മരുന്ന് മേടിക്കാനായിട്ടുള്ളതുണ്ടല്ലോ, നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ മരുന്ന് മേടിച്ച് തരാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചക്ഷൻ ഞാൻ വാങ്ങിത്തരാം. അപ്പൊ ഇത് പറഞ്ഞ ഉടനെ തന്നെ ആ സ്ത്രീ പെട്ടെന്ന് കരയാണ് ചെയ്തത്. കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, തുണി അലക്കിയിട്ട് എടുക്കാനായിട്ട് പോയിരുന്ന സമയത്ത് ഈ ഒരു ചികിത്സക്കായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സങ്കടം തുണി എടുക്കാൻ വന്ന സമയത്ത് ഒരു സ്ത്രീയോട് പങ്കുവച്ചിരുന്നതും ആ സ്ത്രീ പറയുന്നത് ഇത്രേ, മോളെ സമാധാനത്തിൽ പോ, ദൈവം നിന്നെ സഹായിക്കും. അത് കേട്ടുകൊണ്ട് വരുമ്പോഴാണ് എന്നെ ആ സ്ത്രീ കാണുന്നത്. അതുകൊണ്ടാണ്, കാരണം അവിടെ നിന്ന് ദൈവം സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ടപ്പോൾ തിരിച്ചും ദൈവം സഹായത്തിനെത്തിയല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയോട് നിന്ന് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ആ സ്ത്രീ കരഞ്ഞത്. അപ്പോൾ പ്രധാനമായിട്ടും ആരില്ലാത്ത രോഗികളാണ്, രണ്ടാമത് പാവപ്പെട്ടവര്. അപ്പോൾ കാരണം ആരില്ലാത്ത ഏറ്റവും അത്യാവശ്യക്കാരാരാണോ അവരിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുക, യേശുവിന്റെ പ്രതി അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അത്തരത്തിലുള്ള രോഗികളെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ആരില്ലാത്ത രോഗികളൊക്കെ സഹായിക്കുന്നു, നിന്റെ ജീവിതം എന്താണ്, നിന്നെ കുറിച്ചൊക്കെ നീ എന്ത് ചിന്തിക്കാത്തത്? അങ്ങനെ പല വിധത്തിൽ ചോദിക്കുന്നത്. അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ പല വിധത്തിൽ നിരുത്സാഹപ്പെടുത്തിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെയല്ല എനിക്ക് പറയുന്നത്, ഞാൻ ദൈവത്തെ അനുഭവിച്ചത് കൊണ്ടാണ് ആ സ്നേഹത്തിൽ നിന്ന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രത്യുത്തരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. ഇതിനപ്പുറത്ത് ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്നും ഈ ഒരു 38 വയസ്സായിട്ട് പോലും പലരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ എങ്ങനെ, ഒരു കുടുംബമൊക്കെ വേണ്ടി. പക്ഷെ ഈ നാടിന്റെ ഒരു സംസ്കാരം അനുസരിച്ച് ഇങ്ങനെയുള്ളവർക്ക് ഒരു കല്യാണം നടക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അത്തരത്തിലുള്ള ചോദ്യം പലരും ചോദിക്കുന്നത്. പക്ഷെ കല്യാണമല്ലല്ലോ വിഷയം. ക്രിസ്തുവിനെ, ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർ കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാനിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭാ അധികാരികൾ ഇപ്പൊ എന്നോട് പറയാണ്, ഇതിപ്പോൾ ചെയ്യണ്ട, അല്ലെങ്കിൽ കുറച്ചു നാളത്തേക്ക് ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അനുസരിച്ചുകൊണ്ട് തന്നെ ചെയ്യും. കാരണം ദൈവത്തിന്റെ പദ്ധതി, വലിയ പദ്ധതി, നാളത്തുള്ള ഒരു ഭാവി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു പദ്ധതിയുടെ തുടക്കം എന്നോളം ഞാനത് സ്വീകരിച്ചുകൊണ്ട് അനുസരിച്ച് പോകുന്നതായിരിക്കും. കാരണം വിധേയത്വമാണ് ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് പഠിച്ച പാഠം. പ്രൈസ് ദി ലോർഡ്.